പണിക്കർ അങ്ങേക്ക് മറുപടി നൽകാം. ഞാൻ പറയട്ടെ, ശ്രീജിത്ത് പണിക്കർ പറയട്ടെ, ഒരു നിമിഷം. നോക്കൂ ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇതില് മുഹമ്മദ് അലി ജിന്ന മതേതരവാദിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോ അദ്വാനിയുടെ അല്ലെങ്കിൽ ജസ്വന്ത് സിംഗിന്റെ എൻഡോഴ്സ്മെന്റ് ഇല്ല എങ്കിലും പൊതുവെ കരുതപ്പെടുന്നത് ആ രീതിയിലാണ്. കാരണം അദ്ദേഹം കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ മതത്തിന്റെ നിഷ്ഠകളൊന്നും തന്നെ ഫോളോ ചെയ്യാത്ത ആളാണ്. അദ്ദേഹം പന്നിമാംസം വരെ കഴിക്കും എന്ന രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഒരു മുസ്ലിം സാധാരണഗതിയിൽ ചെയ്യാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇനി മുഹമ്മദ് അലി ജിന്നയെ അദ്വാനി പ്രശംസിച്ചതാണ് വലിയൊരു അപരാധമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഏറ്റവും വലിയ ഒരു ഇതേപോലത്തെ ഒരു കോംപ്ലിമെന്റ് കൊടുത്തിരുന്ന ആളിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അദ്ദേഹം 1947 തന്നെ, ജിന്ന ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കൊടുത്തിരുന്ന എനിക്ക് തോന്നുന്നൊരു പ്രസ് മീറ്റ് പോലെ എന്തോ സംഭവം, ഒരു ഇന്റർവ്യൂലോ ആണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പൊതുജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വമാണ് മുഹമ്മദ് അലി ജിന്നയുടേത് എന്നും ഞങ്ങൾ തമ്മിലുള്ളത് കേവലം അടിസ്ഥാനപരമായിട്ടുള്ള ചില തർക്കമുള്ള വിഷയങ്ങൾ മാത്രമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും ഏകാഗ്രതയും സൂപ്പർലേറ്റീവ് ആണ് എന്നുമാണ്. അപ്പൊ ഇത് വലിയ കോംപ്ലിമെന്റ് അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള കോംപ്ലിമെന്റ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നാളെ മുതൽ ജവഹർലാൽ നെഹ്റുവിനെ ജിന്നയെ പ്രകീർത്തിച്ചവൻ എന്ന രീതിയിലേക്ക് കരുതുമോ? ഒന്ന്. രണ്ട്, താങ്കൾ ഇവിടെ പറഞ്ഞ മറ്റൊരു ചരിത്രപരമായിട്ടുള്ള കാര്യം, മറ്റ് കാര്യങ്ങൾ സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ RSSഉം മറ്റുള്ള ആൾക്കാരും ഒക്കെ എവിടെയായിരുന്നു എന്നാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് C രാജഗോപാലാചാരി എവിടെയായിരുന്നു, ഏത് പക്ഷത്തായിരുന്നു എന്ന് താങ്കൾക്കറിയുമോ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ചീഫ് ആയിരുന്ന C രാജഗോപാലാചാരി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ അനുകൂലിക്കുകയാണോ ചെയ്തത്, എതിർക്കുകയാണോ ചെയ്തത്? അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടത്തുന്നത് പൊളിറ്റിക്കലി വൈസ് ആണെന്നാണോ അൺവൈസ് ആണെന്നാണോ പറയാമോ? CR പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്ലാൻ പോലും അന്നുണ്ടായിരുന്നല്ലോ. അതായത് ബ്രിട്ടൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളുമായി ചില ധാരണകളൊക്കെ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ വന്നിരിക്കുന്ന സമയത്ത് ഇപ്പോ നമ്മളിങ്ങനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പൊസിഷനെ വീക്കൻ ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ആളിന്റെ പേര് C രാജഗോപാലാചാരി എന്നാണ്. ഈ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. അതിനുശേഷം പിന്നെന്താ വന്നത്? അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അല്ലേ? അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എതിർത്തിട്ടുണ്ട്, എല്ലാ ആൾക്കാരും അനുകൂലിച്ചിട്ടുണ്ട് എന്നൊന്നും ഒരു തരത്തിലുള്ള അർത്ഥവുമില്ല. പിന്നെ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ, ഇതിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തെ നിൽക്കാൻ കഴിയുകയുള്ളൂ. അതായത് RSSന് ഒന്നുകിൽ ഇതിൽ റോളുണ്ട്, RSSന് ഇതിൽ റോളില്ല. ഇനി RSSന്റെ റോള് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഇവിടെ ഉദ്ധരിക്കുന്നത് ആരെയാണ്? RSSുമായി ബന്ധമില്ലാത്ത രണ്ട് എന്റിറ്റികളാണ്. ഒന്ന് ഹിന്ദു മഹാസഭ RSS അല്ലാതെ മറ്റൊന്നാണ്, മറ്റൊരു സംഘടനയാണ്. ഈ ഗോഡ്സെ എന്ന് പറയുന്ന ആള് പോലും RSS വിട്ടിട്ട് ഹിന്ദു മഹാസഭയിലേക്ക് പോയി എന്ന് പറയുന്ന കഥയ്ക്ക് കാരണം തന്നെ എന്താണ്? ഈ RSSന് തീവ്രത കുറവാണ്, കൂടുതൽ തീവ്രം ഹിന്ദു മഹാസഭയാണ് എന്ന് പറഞ്ഞു പോയി എന്നാണ്. അത് ഒരു വശം. രണ്ടാമത്തെ വശം, സവർക്കർ എന്ന RSSകാരനായിരുന്നേ. BD സവർക്കർ RSSകാരനായിരുന്നോ? BD സവർക്കർ RSSകാരനായിരുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട തിയറികൾ ഫർദർ ഇരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അതിൽ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള, അതായത് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സവർക്കർ ആയിക്കോട്ടെ ഗോൾവൾക്കർ ആയിക്കോട്ടെ, ഈ രണ്ടാൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള മെജോറിറ്റി ആയിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഹിന്ദുയിസം ഉണ്ട്, ഇതിനെ അംഗീകരിച്ചുകൊണ്ട് വേണം ഇവിടെ മൈനോറിറ്റികൾ കഴിയാനെന്ന് തന്നെയാണ്. കാരണം അത് അവിടുത്തെ സംസ്കാരം കൂടിയാണ്. ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സംസ്കാരം അത് പിന്നീട് കോൺഗ്രസ് അംഗീകരിച്ചില്ലേ? കോൺഗ്രസ് അതിനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഹിന്ദു സ്ക്രിപ്ചറിൽ നിന്നുള്ള ഓരോ കോട്ടുകളെ എടുത്തുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ കൊടുത്തത്. അതുകൊണ്ടല്ലേ നമ്മുടെ സൈന്യം ഉണ്ടാക്കുന്ന എക്യുപ്മെന്റുകൾക്കെല്ലാം പേര് കൊടുത്തിരിക്കുന്നത് എന്ത് പേരില? ഹിന്ദു സംസ്കാരത്തിൽ നിന്നുള്ള പേരുകളാണ്. അഗ്നിയും പൃഥ്വിയും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ INS അവറാൻ എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടോ? അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? അത് വർഗീയ വിരോധമോ വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല, മറിച്ച് ഇതെല്ലാം തന്നെ ഡീപ്പ് റൂട്ടഡ് ഹിന്ദു സ്പിരിച്വലിസം, ഹിന്ദു കൾച്ചർ ഇതിലായതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന മുഴുവനും ഈ ഗോൾവൽക്കറും സവർക്കറും പറഞ്ഞിട്ടാണ് എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ ആ ചിത്രം ഉയർത്തി കാട്ടിയത്. JB കൃപലാനി, ഒരു സെക്കൻഡ് ഞാൻ നിർത്താം. കൃപലാനി കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർമാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഹൊമായി വ്യാരവാല എന്ന് പറയുന്ന വനിത അവിടെ ഒളിച്ചിരുന്നിട്ട് ജവഹർലാൽ നെഹ്റു പാർട്ടീഷന് വേണ്ടി മൗണ്ട് ബാറ്റൻ പ്ലാനിനെ, June 3 പ്ലാനിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ പാർട്ടീഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് കൈ പൊക്കിയത്. അതിന്റെ ഫോട്ടോ അവരെടുത്തു. പിൽക്കാലത്ത് അവർക്ക് പത്മവിഭൂഷൺ ഒക്കെ കിട്ടിയതാ കേട്ടോ, വെറുതെ തള്ളി പറയാൻ പറ്റില്ല.